Hello friends, welcome to my YouTube channel. If you are watching my video for the first time, please subscribe me and support me. ഇപ്പോൾ ഇവിടെ ഒരാൾ ഐസ്ക്രീം ഡേറ്റിന് പോവുകയാണ്. ഈ മിഡ് നൈറ്റ് ഐസ്ക്രീം ഡേറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതാണ് സംഭവം. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പൊന്മണി വരുമോ ഐസ്ക്രീം ഡേറ്റിന് ചോദിച്ചു. അപ്പോൾ പൊന്മണിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ദേവുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ദേവു പറഞ്ഞു ഓക്കെ വരാം എന്നുള്ള രീതിയിൽ അവൾ സമ്മതിച്ചു. ഓക്കെ, അപ്പോൾ സമ്മതിച്ച സിറ്റുവേഷനിലാണ് സഡൻലി ഈ ഒരു ഐസ്ക്രീം ഡേറ്റ് പ്ലാൻ ആവുന്നത്. അപ്പോൾ കൊണ്ടുപോകുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുഗുവാണ്. അപ്പോൾ സുഗു വർക്ക് കഴിഞ്ഞ് ഇറങ്ങുന്നതിൻ്റെ ഒരു 15 മിനിറ്റ്സ് ബിഫോർ വിളിച്ചിട്ട് പറഞ്ഞു പൊന്മണി വരുമോ ചോദിച്ചപ്പോൾ പൊന്മണി എന്നാണ് അവർ വിളിക്കുക. ഇവിടെ ദേവുവിനെ വിളിക്കുക, പൊന്മണി എന്നാണ് വിളിക്കുക. അപ്പോൾ വരും ചോദിച്ചപ്പോഴേക്കും അവൾ ഓക്കെ പറഞ്ഞത് അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. കാരണം സുഗു കാണാൻ വന്നിട്ട് പൊന്മണി എങ്ങാനും ക്രാങ്കായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പരാതിയാണ്. പൊന്മണിയം പേസല പൊന്മണിയം ഏതുമേ സൊല്ലല്ല എങ്കിട്ട് വരല്ലേന്നെല്ലാം ചൊല്ലിയിട്ട്. അപ്പോൾ അങ്ങനെ ദേവുവിന് നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങനെ ഐസ്ക്രീം ഡേറ്റിന് പോവുകയാണ്. അപ്പം മാഡത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിലും അപ്പോൾ തന്നെ റെഡി ആവുകയാണെങ്കിലൊക്കെ ഭയങ്കര സ്പെസിഫിക്കാണ് എല്ലാ കാര്യങ്ങളും, ഏത് ചെരുപ്പ് വേണം, ഏത് ഡ്രസ്സ് വേണം എന്നൊക്കെ. അപ്പം അങ്ങനെ രണ്ടുപേരും കൂടെ ഐസ്ക്രീം ഡേറ്റിന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് സുഗു പറഞ്ഞത് സുഗു ഒരു 15 മിനിറ്റ്സും കൂടെ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സും കൂടെ ആവും എത്താൻ. കാരണം കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ ഹോം പ്ലേസിൽ നിന്ന് സുഗുവിൻ്റെ ക്ലിനിക്കിലേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരണ്ടേ. അപ്പം അങ്ങനെ രണ്ടുപേരും കൂടെ പോസ്റ്റായി കുറച്ച് നേരം. ഈ സമയത്തൊക്കെ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവുവിൻ്റെ തലയിലിരിക്കുന്ന ആ 2 ക്ലിപ്പാണ്. നമ്മൾ പെൺകുട്ടികളുടെ അമ്മമാർക്കറിയാം, നമ്മൾ എക്സൈറ്റ്മെൻറ്റ് കാരണം അതുപോലെ തന്നെ പല ഹെയർ സ്റ്റൈല് അതുപോലെ തന്നെ 100 ക്ലിപ്പ് കൊമ്പുകളൊക്കെ വെച്ച് കൊടുക്കും. പക്ഷേ ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ താഴെ കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ റീസെൻ്റ്ലി അല്ല, എനിക്ക് എപ്പോഴും നടക്കുന്നൊരു സംഭവമാണ്. അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. ഇവിടെ ജനിച്ചിട്ട് കുറച്ച് തലയിൽ മുടി വന്നപ്പോൾ മുതൽ തന്നെ ഞാൻ ക്ലിപ്സൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. ഒരുപാട് ക്ലിപ്സ് ഉണ്ട്, അതൊക്കെ ഓരോന്നോരോന്നാൾ കൊണ്ടുപോയി കളയും. സ്റ്റിൽ ഞാൻ വീണ്ടും വാങ്ങും. അപ്പോൾ അത് പെൺകുട്ടികളുടെ അമ്മമാർക്കറിയാം, നമ്മളൊരു പെൺകുട്ടി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ റീസണും ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം ഡേറ്റിന് കൊണ്ടുപോകുന്ന ആൾ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു 10 to 15 മിനിറ്റ്സും കൂടെ ആവും എന്നുള്ളത്. അതിൻ്റെ ഡിസപ്പോയിൻമെൻറ്റാണ് ഈ ഫേസിൽ കാണുന്നത്. ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ആയി രണ്ടുപേരും കൂടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ നോർമലി ഇങ്ങനെ തന്നെയാണ് ഇവർ റെഡി ആവാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ് കാരണം ടൈമൊന്നും നോക്കാതെ വേഗം ചാടി കയറി റെഡിയാവും. പിന്നെ സുഗു എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗു എവിടെ വരാമെന്ന് പറഞ്ഞാലും ഒരു 10 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടേ വരുള്ളൂ. അപ്പോൾ നേരത്തെ റെഡി ആവുന്ന ആൾക്കാരും ലേറ്റായിട്ട് വരുന്ന ആൾക്കാരും തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഈ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 ക്ലിപ്പും അവളെ കയ്യിലായി. പിന്നെ ഇവർ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായ കാരണം വലിയ ബിൽഡപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ ചെയ്തു കൊടുത്തു. അങ്ങനെ ഫൈനലി സുഗു എത്തിയിട്ടുണ്ട്. അപ്പോൾ സുഗുവിനെ വെയിറ്റ് ചെയ്യാണ് ഈ കാണുന്നത്. പിന്നെ ഈ ടൈമിൽ പറയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവു ഉണ്ടായതിന് ശേഷം എനിക്ക് പുറത്തൊക്കെ പോകാൻ പറഞ്ഞപ്പോൾ ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം അവളെ ഒരു കുഞ്ഞു കുട്ടീനൊക്കെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അതും പബ്ലിക് സ്പേസിൽ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ അതെനിക്ക് സത്യം പറഞ്ഞ ഒരു ട്രോമയോ അല്ലെങ്കിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ വാശി പിടിക്കുന്നത്, അമ്മമാരിരുന്ന് സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. എങ്ങോട്ട് പോവുകയാണെങ്കിലും എനിക്കൊരു കുട്ടി ഉണ്ടെന്നുള്ള ഫീൽ തന്നെ എനിക്കുണ്ടാവില്ല. കാരണം ഹസ്ബൻഡ് ഹാൻഡിൽ ചെയ്യും. ഞങ്ങളുടെ ലൈഫിലേക്ക് സുഗു വന്നതിന് ശേഷം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും സിസ്റ്ററും ദേവുട്ടിയും ഹസ്ബൻഡും സുഗുവും കൂടെ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ദേവുവിനെ സുഗു മാത്രമേ വിളിച്ചോ സുഗു ഹാൻഡിൽ ചെയ്തോളൂ. ഞങ്ങളുടെ പാട്ടിന് എന്ത് ഷോപ്പിംഗ് ആണെങ്കിൽ അതൊക്കെ നോക്കി നടക്കും. അവർ ഭയങ്കര ക്ലോസ് ആണ്. പിന്നെ ഹസ്ബൻഡും സുഖം ഉണ്ട് വെച്ചാൽ അവർ രണ്ടുപേരും കൂടെ ആയിക്കോളും. നമുക്ക് ഫുൾ 100% ഫ്രീഡം പറഞ്ഞ പോലെയാണ്. നമുക്കൊരു കുട്ടിയുടെ എന്നുള്ള ഫീൽ തന്നെ ആവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള 2 ആൾക്കാർ നമ്മുടെ ലൈഫിൽ സത്യം പറഞ്ഞാൽ ലക്കിയാണ്. അതുപോലെ തന്നെ അങ്ങനെ ഐസ്ക്രീം ഡേറ്റൊക്കെ കഴിഞ്ഞ് വന്നു.